അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സുനൻ ഇബ്നു മാജയിൽ വന്ന സ്വഹീഹായ ഒരു റിപ്പോർട്ടിൽ ത്വൽഹ ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, രണ്ടുപേര് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേര് ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. അവരിൽ ഒരാൾക്ക് യുദ്ധത്തിനൊക്കെ പോകുന്നത് വലിയ താല്പര്യമായിരുന്നു. മറ്റൊരാൾ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യും. ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന അദ്ദേഹം ഒരു യുദ്ധത്തിൽ വെച്ച് ഷഹീദായി മരണപ്പെടുന്നു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച മറ്റേ സഹോദരനും മരണപ്പെടുന്നു. എന്നിട്ട് ത്വൽഹ ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പേര് അവിടെ ഉണ്ട്, ഈ മരണപ്പെട്ട രണ്ട് സഹോദരന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് അവസാനം മരണപ്പെട്ട അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ആദ്യം മരണപ്പെട്ട യുദ്ധത്തിൽ ഷഹീദായ ആളുണ്ട്, അദ്ദേഹത്തെയും സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സമയമായിട്ടില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ ഈ സ്വപ്നം കണ്ട വിവരം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു. അങ്ങനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ വിവരം എത്തി. അപ്പോൾ സഹാബാക്കളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, അതെങ്ങനെ സംഭവിക്കും? ഷഹീദായ ആളല്ലേ ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത്, പിന്നെ എങ്ങനെ അവസാനം മരണപ്പെട്ട മറ്റേ ആൾ ആദ്യം സ്വർഗത്തിലേക്ക് പോയി? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ? എന്താണ് നിങ്ങൾക്ക് ഇത്ര ആശ്ചര്യപ്പെടാൻ മാത്രമുള്ളത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആദ്യം ഷഹീദായ ആൾ മരണപ്പെട്ടതിന് ശേഷം പിന്നെയും ഒരു വർഷം കഴിഞ്ഞു പോയില്ലേ മറ്റേ ആൾ മരണപ്പെടാൻ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതെ. ആ ഒരു വർഷത്തിന് ഇടയിൽ ഒരു റമദാൻ കടന്നു പോയില്ലേ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതെ. ആ റമദാനിൽ അദ്ദേഹം ഇന്ന ഇബാദത്തുകളൊക്കെ ചെയ്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, അത് മതി. കാരണം ആകാശഭൂമികൾ തമ്മിലുള്ള അകലത്തിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ വലിയതാണ് ഒരു റമദാൻ അധികം കിട്ടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിൽ ഒരു റമദാനെങ്കിലും അധികം ലഭിക്കുക എന്നുള്ളത് അത് ആകാശഭൂമികൾ തമ്മിലുള്ള അകലത്തേക്കാൾ വലിയതാണ്, വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളെല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്, റമദാൻ വരുന്നതിന് മുമ്പേ അള്ളാഹു ഈ റമദാനിൽ മുഴുവൻ ഞങ്ങളെ ജീവിപ്പിക്കണേ എന്നുള്ളത്. ഈ റമദാൻ അവസാനം വരെ നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക. ഈ റമദാനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.